മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ വീണ്ടും ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. ഒഡീഷയിലെ ജലേശ്വറിലാണ് സംഭവം. മതപരിവർത്തനം ആരോപിച്ചാണ് 70 പേരടങ്ങുന്ന സംഘം തങ്ങളെ ആക്രമിച്ചതെന്ന് ആക്രമണത്തിനിരയായ മലയാളി വൈദികൻ ലിജോ നിരപ്പേൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. എന്തായാലും ഈ സംഭവങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് MP A റഹീം മീഡിയ വണ്ണോട് പ്രതികരിക്കുകയാണ്. സജു തോമസിനൊപ്പം ചേരുന്നു. റഹീം ഡൽഹിയിൽ നിന്ന്. സജു, എന്തൊക്കെ പറയുന്നു ഈ വിഷയത്തിൽ? എന്താണ് MP യുടെ പ്രതികരണം? ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും ക്രിസ്ത്യൻ പുരോഹിതർക്കും മിഷണറിമാർക്കും നേരെ വലിയ ആക്രമണങ്ങൾ സംഘപരിവാർ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ A റഹീം MP മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. ഛത്തീസ്ഗഡിന് സമാനമായി തന്നെയാണ് ഒഡീഷയിലും വലിയൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. 2 മലയാളി പുരോഹിതരെയും കന്യാസ്ത്രീകളെയുമാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയരുന്നത്. പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും. പാർലമെന്റിൽ ഈ നിമിഷം വരെ ഇത് സംബന്ധിച്ച് ഛത്തീസ്ഗഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൊടുത്ത ഒരു നോട്ടീസും അഡ്മിറ്റ് ചെയ്തിരുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഛത്തീസ്ഗഡിന് പിന്നാലെ ഇപ്പോൾ ഒഡീഷയിലും ജലേശ്വറിൽ വെച്ച് കന്യാസ്ത്രീകളും പുരോഹിതരും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്ത് മതസ്വാതന്ത്ര്യം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ഭരണഘടന അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പാർലമെൻറ്റിനുള്ളിൽ നടത്താൻ തയ്യാറാകണം, ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇത് ഗൗരവ സ്വഭാവമുള്ള പ്രശ്നമാണ്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ആസൂത്രിതമായ പദ്ധതിയാണ്. രാജ്യത്തിൻ്റെ ഛത്തീസ്ഗഡ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒഡീഷയിൽ നടന്ന സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുള്ളത്, അക്രമികൾ ഈ പുരോഹിതരോട് പറഞ്ഞു അത്രേ, ഇവിടെ BJD മാറി BJP ആണിപ്പോൾ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അക്രമം മുഴുവൻ. അപ്പോൾ BJP എവിടെയെല്ലാം ശക്തിപ്പെടുമോ, BJP എവിടെയെല്ലാം അധികാരത്തിൽ വരുമോ, അവിടെയെല്ലാം ക്രൈസ്തവരും അതോടൊപ്പം മുസ്ലിങ്ങളും ദളിതരുമെല്ലാം വേട്ടയാടപ്പെടും എന്ന് BJP പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ BJPയും RSSും ആസൂത്രിതമായ RSSൻ്റെ പദ്ധതിയാണ്, പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ഇത് തുടർച്ചയായി നടത്തുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായി അവർ നടത്തിയ മണിപ്പൂരായിരുന്നു. മണിപ്പൂർ സ്റ്റിൽ ബേണിംഗ്, ഇപ്പോഴും പൂർണ്ണമായി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പിന്നാലെ ഒട്ടനവധി ചെറുതും വലുതുമായ സംഭവങ്ങൾ ആവർത്തിച്ചു. നിരവധി പുരോഹിതർ ജയിലിലായി. മതപരിവർത്തന നിരോധന നിയമം ശക്തമായി നടപ്പിലാക്കി. ആൾക്കൂട്ടാക്രമണങ്ങൾ വ്യാപകമാകുന്നു. ഒടുവിൽ ഛത്തീസ്ഗഡിൻ്റെ ചർച്ച വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഒഡീഷയിലും ആവർത്തിച്ചിരിക്കുകയാണ്. അതീവ ഗൗരവമുള്ള പ്രശ്നമാണിത്. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണം. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം എന്നത് ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇത് ചെയ്യാതിരിക്കുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ടാണ്. അതൊരിക്കലും അംഗീകരിക്കാനാകില്ല. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ഈ ആക്രമണത്തിനിരയായ ഫാദർ ലിജോ ഇന്നലെ മീഡിയ വണ്ണോട് പ്രതികരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റ് സ്ത്രീകളോടൊപ്പം അവർ വന്ന ഗ്രാമത്തിലേക്ക് തന്നെ മാറ്റിയതുകൊണ്ടാണ് വലിയൊരു ആക്രമണം ഒഴിവായതെന്നാണ്. പോലീസ് സ്ഥലത്തെത്തിയിട്ട് അവർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു. യാതൊരു പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇവർ തന്നെ അവരുടെ ലോക്കൽ ചാനലുകളെ, മീഡിയകളെ കൊണ്ടുവന്ന് ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് ഇന്നലെ അദ്ദേഹം നമ്മോട് പറഞ്ഞത്. ആൾക്കൂട്ട ആക്രമണങ്ങളെ ആഘോഷിക്കുകയാണ് സംഘപരിവാർ. അവർ ഒളിച്ചല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അവർ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്തുന്നു, എന്നിട്ട് അതിനെ ആഘോഷിക്കുന്നു. സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ദുർബലർക്കിടയിൽ ഭീതി വളർത്തുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഭീതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ഭീതി വളർത്തുന്നതിനുമുള്ള പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണിത്. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനുള്ള രാഷ്ട്രീയ പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇത് ആഘോഷത്തോടുകൂടി നടപ്പിലാക്കുന്നത്. പോലീസിൻ്റെ കാര്യം പറഞ്ഞു, ഛത്തീസ്ഗഡിലും സംഭവിച്ചത് തന്നെയാണ്. പോലീസിൻ്റെ കസ്റ്റഡിക്കുള്ളിൽ വെച്ചാണ് ഈ സംഘപരിവാർ ക്രിമിനലുകൾ വന്ന് ഇവരെല്ലാം, ഇവരുടെ പൗരത്വത്തെ, ഇവരുടെ അസ്തിത്വത്തെ ഒക്കെ ചോദ്യം ചെയ്തത്. ഈ സുഖ്മോയ് മണ്ടോയെ എന്ന് പറയുന്ന പയ്യനെ മാറ്റി വേറൊരു ഒരു റൂമിനകത്തേക്ക് കൊണ്ടിരുത്തി തല്ലുന്നത് പോലീസ് പ്രമൈസസിലാണ്, പോലീസ്